ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിത തൻ്റെ സ്വന്തം ചേച്ചിയാണ് അലീനയെന്നും ഞങ്ങളെ രണ്ടുപേരെയും സ്വരം അമ്മ പെറ്റതാണെന്ന സത്യവും മനസ്സിലാക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. അങ്ങനെ അലീനയോട് നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് പോവണമെന്ന് ആവശ്യപ്പെട്ട് വൈജയന്തി അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അലീനക്ക് പോവാൻ കഴിയില്ലായിരുന്നു. പിറ്റേ ദിവസം അലീനയും രോഹിത്തും കൂടെ അച്ഛനെ കാണാനായിട്ട് അവൻ്റെ കോളേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് രോഹിത്തിനോട് ക്ഷമിച്ച് അവനെ കോളേജിലേക്ക് തിരിച്ചെടുക്കാൻ അച്ഛൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെയാണ് രോഹിത്തും അലീനയും വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ പാടെ രോഹിത്ത് എല്ലാവരോടും നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു അത്ഭുതം പോലെയാണ് നടന്നത്. ചേച്ചി കാരണമാണ് എനിക്ക് വീണ്ടും ആ കോളേജിൽ തന്നെ പഠിക്കാൻ പറ്റിയത്. അച്ഛന് ചേച്ചിയുടെ 2 വാചകങ്ങളിൽ വീണുപോയി. പിന്നീട് കുറ്റബോധം തോന്നി തിരികെ വിളിക്കായിരുന്നു. അങ്ങനെ ബാലചന്ദ്രന് കണ്ണു നിറയാണ്. തൻ്റെ കുടുംബം ഓരോന്നോരോന്നായിട്ട് നേർവഴിക്ക് കൊണ്ടുവരുന്ന അലീനയോട് അയാൾക്ക് കടപ്പാടും സ്നേഹവും മാത്രമാണ്. അങ്ങനെ അലീന വീണ്ടും ബാലചന്ദ്രനോട് താൻ പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോളെ, നീ ഇതെവിടേക്ക് പോകും എന്ന് ചോദിക്കുമ്പോൾ മാമച്ചൻ്റെ അങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം അവിടെ നിന്ന് എവിടെയെങ്കിലും ജോലി അന്വേഷിക്കണം. അത് പറ്റില്ല, ഞാൻ നിൻ്റെ അച്ഛനാണ്, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും നീ എവിടേക്ക് പോകണമെന്ന് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അലീന ചന്ദ്രമേനോട് ഒരു കാര്യം ആവശ്യപ്പെടാണ്. ഞാൻ 2 ദിവസത്തേക്ക് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തിനാ ഇപ്പോൾ അങ്ങനൊരു പോക്ക്? അല്ല, രോഹിത്തിനെയും കൂട്ടിയിട്ട് എനിക്ക് ചിന്നുമോളെ കാണണം. അവളെ കണ്ടിട്ട് ഒരുപാട് നാളായി. രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ, അങ്ങനെ രോഹിത്തിനെ കൂട്ടി പോകണോ മോളെ? അത് രേവതിക്കുട്ടിയുടെ വീടൊന്നുമല്ലല്ലോ, അവൾ ജോലിക്ക് നിൽക്കുന്ന വീടല്ലേ. അതെ, മാമച്ചനങ്കിളിനോടും ഗ്രേസാമേൻ്റെയോടും സംസാരിച്ചിട്ടാ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ഈ കാര്യം പറഞ്ഞത്. അവർക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബാലചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അലീന ഒരു നിബന്ധനയും കൂടെ വെക്കുന്നുണ്ട്. തനിക്കിവിടുന്ന് പോവണമെന്ന്, അച്ഛനതിന് എതിർപ്പ് പറയരുതെന്ന്, ഇനിയും എന്നെ ഇവിടുത്തെ ശ്വാസം മുട്ടിക്കരുതെന്ന് പറയുമ്പോൾ, നീ എന്താ കരുതിയത്? നീ പോയി കഴിഞ്ഞാൽ ഈ വീട് പഴയതുപോലെ ആകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അച്ഛൻ ഇങ്ങനെ എന്നോട് പറയല്ലേ എന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. ഒടുവിൽ എന്തെല്ലാം ഓർത്തുകൊണ്ട് ബാലചന്ദ്രൻ അവളെ തന്നെ നോക്കാണ്. അങ്ങനെ എറണാകുളത്തേക്ക് രോഹിത്തിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് അവർ 2 പേരും 3 പേരും വളരെ കൂട്ടാവാട്ടോ. ആദ്യമൊക്കെ രോഹിത്തിനെ പീഡനവീര എന്നെല്ലാം വിളിച്ച് രോഹിത്തിനെ രേവതിക്കുട്ടി ഇങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പതിയെ അവിടെ നിന്ന് പോവാൻ വരാനൊക്കെ ആകുമ്പോഴേക്കും 3 പേരും നല്ല കൂട്ടാവാണ്. അങ്ങനെ ചിന്നുമോളെയാണെങ്കിലോ ഒരാളും ദത്തെടുക്കാമെന്ന് ഏറ്റെഴുന്നല്ലോ. അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം മാമച്ചനും ഗ്രേസാമ്മയും മുന്നിട്ടിറങ്ങി അവരവളെ ദത്തെടുക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യാൻ കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടെ ആങ്ങളെയും പെങ്ങളും കൂടെ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയെ അച്ഛൻ സ്റ്റാലിനെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാലിൻ എവിടെയാണ് താമസമെന്ന് തിരക്കി പോവുകയും അവനോട് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്നും അവളിപ്പോൾ വളർന്നു വലുതായി 23 വയസ്സായെന്ന കാര്യം അറിയിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ മകൾ ഇത്രയും കാലം ഒരു അനാഥയായി ജീവിച്ചിരുന്നു മനസ്സിലാക്കിയ സ്റ്റാലിൻ ജോസഫ് ബാലചന്ദ്രൻ്റെ ജ്വല്ലറിയിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് നേരിട്ട് കാണുകയും ചെയ്യാണ് അലീനയെ. അങ്ങനെ സ്റ്റാലിനും അലീനയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കാൻ ആ സമയത്ത് എല്ലാം പോകാൻ വേണ്ടിയിട്ട് അലീന ഒരുങ്ങുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറയാൻ അവൾ തൻ്റെ അനുജത്തിമാരെയും രോഹിത്തിനെയെല്ലാം കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നല്ലവരായിട്ട് ജീവിക്കണം, അച്ഛന് താങ്ങും തണലാവണം, പഠിച്ച് ലക്ഷ്യങ്ങളിലെത്തണം, അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നെല്ലാം അതെല്ലാം നോക്കിക്കൊണ്ട് വൈജ പുച്ഛത്തോടെ നിൽക്കുക. ഇവൾ ആരാണ് എൻ്റെ കുടുംബത്തിൽ കയറി ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനും? ഇവളില്ലായിരുന്നെങ്കിലും ഈ കുടുംബം നന്നായി പോയേനെ. അവളുടെ മുമ്പിൽ ഓച്ചാരി നിൽക്കുന്ന കണ്ടില്ലേ തൻ്റെ മക്കൾ? അവൾ എന്ത് കൈവിഷമാണോ അവർക്ക് കൊടുത്തത്? അങ്ങനെയും കരുതിക്കൊണ്ട് വൈജയന്തി ഡോറടച്ച് പോവാണ്. അലീനയാണെങ്കിലോ യാത്ര പറയാൻ പോലും
അവിടേക്ക് വരാൻ പറ്റാത്ത വിധം വൈജയന്തി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. നീ പോയി കിട്ടിയാൽ മതി, എനിക്ക് നിന്നെ കാണേണ്ട. നാശമേ, നീ എവിടെ പോയാൽ തൊല്ലട്ടെ, ഞാൻ എന്തിനാ അത് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ചങ്ക് പൊട്ടുന്ന പോലെ തോന്നാണ്. ഒടുവിൽ ബാലചന്ദ്രൻ വിളിക്കുന്നെന്ന് കൃഷ്ണമോൾ വന്ന് പറയുമ്പോൾ നേരെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് പോവുമായിരിക്കും. അങ്ങനെ ബാലചന്ദ്രൻ അവൾക്ക് വേണ്ടി കുറച്ച് ജുവല്ലറി സാധനങ്ങളും സ്വർണവും അതുപോലെ ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവും. മോളെ, നിനക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ വാങ്ങിയതാ. എന്തിനാ അച്ഛാ എനിക്കിതൊക്കെ? പക്ഷേ ഞാനൊരു നിൻ്റെ അച്ഛനല്ലേ, എൻ്റെ കുറച്ച് കടമകളില്ലേ, ഇതൊക്കെ അണിഞ്ഞു വേണം നീ ഇവിടെ നിന്ന് പോവാനായിട്ട്. എനിക്കൊന്നും വേണ്ട. എനിക്ക് എത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നതിലപ്പുറം അച്ഛൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകളെ തന്നു. അതിൽ പകരം എനിക്കൊന്നും വേണ്ട. അത് പറ്റില്ല. പക്ഷേ നിന്നെ തിരിച്ചറിയാത്ത ഒരാളിവിടെ ഇപ്പോഴുമുണ്ട്. ആ സമയത്ത് ബബിതയാണെങ്കിലോ അലീനയുടെ ഫോണിലേക്ക് മനുവിൻ്റെ കോൾ വരുമ്പോൾ ആ ഫോണുമായിട്ട് അലീനയുടെ അടുത്തേക്ക് പോകുമായിരിക്കും. മനുവേട്ടന് ഒരുപാട് സങ്കടമുണ്ട് അലീന ചേച്ചി ഇവിടെ നിന്ന് പോകുന്നതെന്ന് അവൾക്കറിയാം. അവർ രണ്ടുപേരും സംസാരിക്കട്ടെ. ആ ഫോണ് അറ്റൻഡ് ചെയ്ത ബബിതയോട് അലീന പോയോ എന്ന് മനു ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ട, അലീന ചേച്ചി പോവാൻ തുടങ്ങുന്നില്ല. എന്താ മനുവേട്ടൻ ഇങ്ങോട്ട് വരാഞ്ഞത്? അവൾ പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്കും സങ്കടമുണ്ടെന്ന കാര്യം ബബിതയ്ക്ക് മനസ്സിലാവാണ്. അവളോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, അച്ഛനോട് സംസാരിക്കാണ്, ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് മനു ചോദിക്കുമ്പോൾ ബബിത ആ ഫോണുമായിട്ട് മുകളിലേക്ക് കയറിപ്പോവാണ്. അന്നേരത്ത് ബബിതയും ബാലചന്ദ്രനും കൂടെ അലീനയും ബാലചന്ദ്രനും കൂടെ സംസാരിക്കായിരിക്കും. അവരുടെ സംസാരത്തിൽ നിന്ന് എന്തോ ഒരു പന്തികേട് തോന്നിയ ബബിത അത് ചെവിയോർത്ത് ആ വാതിൽപ്പാളിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. ആ സമയം ബാലചന്ദ്രൻ പറയാണ്, നീ എന്താ കരുതിയത്? നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വൈജിയെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുമെന്ന് നീ കരുതിയോ? ഇല്ല, 23 വർഷങ്ങളാണ് അവൾ എന്നെ ചതിച്ചത്. അതിലൊരു കുറ്റബോധമോ ഒന്നും അവൾക്കില്ലായിരുന്നു. ഞാൻ ക്ഷമിച്ചേനെ, അവൾ നല്ല ഭാര്യയായിട്ട് തന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ. എന്നാൽ 23 വർഷവും അവളൊരു പുച്ഛത്തോടെ മാത്രമേ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്തോ ഒരു ത്യാഗം ചെയ്ത മട്ടില അവൾ എന്നോട് പെരുമാറിയത്. കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും അവളുടെ ഉള്ളിലില്ലായിരുന്നു. മേഡത്തിന് അതറിയില്ലല്ലോ അച്ഛാ. അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട. പക്ഷേ അവൾ എന്നെ ചതിച്ചു. ഒരു മകളുണ്ട്. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ? വൈജയന്തിക്ക് ഇങ്ങനൊരു മകളുണ്ടെന്നോ അവൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യമോ എനിക്കറിയോ? ഇല്ലല്ലോ. ദയവായിട്ടാ കുഞ്ഞിരാമന് മരിക്കാൻ സമയം നിന്നെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ തോന്നിയത് എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഇതെല്ലാം കേട്ടിട്ട് ബബിതാകെ നെട്ടിലോടെ നിൽക്കുക. ആദ്യമൊന്നും അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ബാലചന്ദ്രൻ ഒരു കാര്യം കൂടെ പറയുമ്പോഴാണ് ബബിതയ്ക്ക് എല്ലാ കാര്യവും തീർച്ചയാവുന്നത്. പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിന്നെ അവളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി നിനക്കും സ്റ്റാലിൻ ജോസഫിനും ജനിച്ച മകളാണ് അലീന എന്ന് പറഞ്ഞ് എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. അന്ന് ബാലചന്ദ്രൻ ഈ വീടിൻ്റെ പടിയിറങ്ങും. എൻ്റെ മക്കളും എൻ്റെ മുമ്പിൽ നോക്കി എനിക്ക് പറയേണ്ടി വരും, നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് ഇതെന്ന്. നിങ്ങളുടെ അമ്മ വിവാഹത്തിന് മുമ്പേ ഒരാളെ പ്രണയിച്ച് അതിൽ ജനിച്ച കുഞ്ഞാണ് നീ എന്നത് എൻ്റെ മകളോട് എനിക്ക് പറയേണ്ടി വരും. ഒരിക്കലും വൈജി കാര്യം അറിഞ്ഞിട്ട് അവളുടെ മുമ്പിൽ ഞാനൊരിക്കലും അവളുടെ ഭർത്താവായിട്ട് പിന്നെ ഉണ്ടാവില്ല. അത് ഞങ്ങൾ രണ്ടിടത്തേക്ക് പോവും എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛനെ ഒന്ന് ക്ഷമിക്കണം, ഈ കാര്യം ആരും അറിയരുത്. ബബിത വാപ്പൊത്തി സത്യങ്ങളെല്ലാം കേട്ട് മരവിച്ച് നിൽക്കായിരിക്കും. ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പുറത്ത് ഫോണിൽ നിന്ന് മനുവിൻ്റെ ഹലോ ശബ്ദം കേട്ടപ്പോഴാണ് ബബിത നെട്ടലോടെ നിൽക്കുന്നത്. എന്താ അലീനയ്ക്ക് ഫോൺ കൊടുക്കാത്തത്? അപ്പോഴേക്കും ആ കോൾ കട്ടായിട്ടുണ്ടാവും. ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ണ് നിറഞ്ഞ് മേടിച്ച് നിൽക്കാണ്. അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ബബിതേച്ചിക്ക് ഇത് എന്ത് പറ്റി എന്നെല്ലാം കരുതി കൃഷ്ണ അവൾക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അലീന അച്ഛനോട് യാത്ര പറഞ്ഞ് അച്ഛൻ നൽകിയ സമ്മാനവും പുതിയ സാരി എടുത്തുകൊണ്ടൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ബബിതയാണെങ്കിൽ മരവിച്ച് നിൽക്കാണ്. ബബിതേച്ചിയുടെ കയ്യിലുണ്ട് അനിൽ ചേച്ചിയുടെ ഫോണ്. മനുവേട്ടൻ വിളിച്ചിരുന്നെന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ ബബിതയുടെ റൂമിലേക്ക് ചെല്ലാണ്. അവളാണെങ്കിലോ കണ്ണ് നിറഞ്ഞ് ചങ്ക് പൊട്ടുന്ന പോലെ ഇരിക്കുന്നുണ്ട്. മോളെ, എന്താ ഇത്? ഞാൻ പോയാലും നിങ്ങൾക്ക് ജീവിച്ചിരിക്കണ്ടേ? ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയായി വന്നവളല്ലേ? ഇത് കേട്ടതും ബബിതാണെങ്കിലോ അലീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനി ചേച്ചി അങ്ങനെ പറയരുത്. ഈ വീട്ടിലേക്ക് വേലക്കാരിയായിട്ട് വന്ന എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ, എൻ്റെ അമ്മ പ്രസവിച്ച എൻ്റെ സ്വന്തം ചേച്ചി. ബബിതയുടെ വാക്കുകൾ കേട്ടതും ആകെ ഞെട്ടി നിൽക്കാട്ടോ. ഞാനെല്ലാം കേട്ടു. ഇത്രയും നാൾ എൻ്റെ ചേച്ചി എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ. ചേച്ചി ഒരു വാക്ക് തുറന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ അച്ഛനും ചേച്ചിയും കൂടെ പറഞ്ഞിട്ട് വേണോ എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ? ചേച്ചിയുടെ ഒരിക്കലും ഒരു കുത്തുവാക്ക് പോലും ഞാൻ പറയില്ലായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ മോളെ ഈ കാര്യം നീ
ഇല്ല ചേച്ചി, ഞാൻ പറയില്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഒരിക്കലും പറയില്ല എന്ന് പറയാട്ടോ. അപ്പോഴും കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ്ണമോൾ ഭയത്തോടെ ബബിതയെ നോക്കാണ്. ബബിതയ്ക്കെല്ലാം മനസ്സിലായെന്ന് കൃഷ്ണമോൾക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കൃഷ്ണേ, നിനക്കറിയായിരുന്നില്ലേ ഇത് നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന്? നീ എന്നിട്ട് എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. ബബിതേച്ചിയോട് എങ്ങനെ പറയാനാ? അന്ന് അല്ല ചേച്ചി കണ്ണെടുത്ത കണ്ടുടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ. പക്ഷേ അങ്ങനെ സ്വന്തം ചേച്ചിയാണെന്നൊക്കെ അറിഞ്ഞാൽ ഞാൻ സ്നേഹിക്കും? ഇല്ല, ഒരിക്കലുമില്ല. ബബിതേച്ചി അതൊരിക്കലും കാണില്ല. സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞാൽ പോലും സ്നേഹിക്കില്ല, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയാതിരുന്ന് എടി ദുഷ്ടി, നീയാണല്ലേ എൻ്റെ മുമ്പേ ഇതെൻ്റെ ചേച്ചിയാണെന്ന് അറിഞ്ഞത്. ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിഞ്ഞെന്ന് കരുതി ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചിരുന്നു. എനിക്കും അച്ഛനും അച്ഛൻ മുമ്പേ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ ബബിതേച്ചിക്കറിയാം. ഈ രഹസ്യം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. ഒരിക്കലും അമ്മ അറിയാൻ പാടില്ല. അമ്മയോട് പറഞ്ഞാലല്ലേ അമ്മക്ക് ചേച്ചിയുള്ള ദേഷ്യം മാറുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ വീട്ടിനുള്ളിൽ ഒരു ജീവിതം ഉണ്ടാവില്ല. നമ്മൾ വഴിയാധാരമാവും. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് നമ്മളുടെ ജീവിതം എന്തായിരിക്കുമെന്ന് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? അമ്മ അറിഞ്ഞാൽ വലിയ ഭൂകമ്പം നടക്കും. പിന്നെ പല ചതികളുടെ കഥകളും അമ്മ പുറത്തു കൊണ്ടുവരും. അതൊക്കെ വേണോ ചേച്ചി? തൽക്കാലം അമ്മ ഒന്നും അറിയണ്ട. ആലിന ചേച്ചി ഇവിടുന്ന് പൊയ്ക്കോട്ടെ. 23 വർഷം മുമ്പേ അമ്മക്കൊരു ചതി പറ്റി. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കൃഷ്ണമോള് പക്വതയോടെ പറഞ്ഞു കേട്ടതും അലീന അവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന അവിടെ നിന്ന് പോവാണ്. അലീനയെ കൊണ്ടുവിടാനായിട്ട് പോകുന്നത് ബാലചന്ദ്രനാവും. അങ്ങനെ കുറേ ദൂരം കാറിൽ യാത്ര ചെയ്ത ബാലചന്ദ്രൻ വഴിയോരത്ത് കാറ് നിർത്തുന്നുണ്ട്. അലീനക്കറിയില്ല താൻ എവിടേക്കാണ് പോകുന്നത്, തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അച്ഛൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടാൽ അതൊരിക്കലും തനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങാണ്. നേരെ അലീന ഇറങ്ങുന്നുണ്ട്. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. വീട്ടിൽ വെച്ച് പറയാവുന്ന കാര്യമായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് പറയുന്നത്. എന്താ അച്ഛാ, എന്നോട് എന്താ പറയണത്? നീ എവിടേക്കാ പോകുന്നത് നിനക്കറിയോ? ഇല്ല. അതെ, നീ പോകുന്നത് നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ്. ഇത് കേട്ടതും അലീന നെട്ടി നിൽക്കാണ്. സ്വന്തം അച്ഛനോ? അതെ, വൈജയന്തിയും 23 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സ്റ്റാലിൻ ജോസഫിൻ്റെ അതാണ് നിന്റെ അച്ഛൻ. അവൻ്റെ അടുത്തേക്കാണ്. ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പത് അച്ഛനറിയോ? നെട്ടൽ മാറിയതിന് ശേഷം അലീന ചോദിക്കുന്നുണ്ട്. അതെ, നീ ജീവിച്ചിരിപ്പുള്ള കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിലുപരി നിന്നെ അയാൾ ദേഹം നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? അലീനയുടെ എല്ലാ വിശദമായി ബാൽസന പറയുമ്പോൾ ഒരു മരവിപ്പ് മാത്രമായിരുന്നു. താൻ തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ ഒരു വികാരത്തോടു കൂടെ തന്നെ അലീന കാറിലിരുന്നു. ഈ അച്ഛനോളം വരില്ല എനിക്ക് സ്വന്തം അച്ഛൻ പോലുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്ന സ്റ്റാലിനാണെങ്കിലോ തൻ്റെ വീടൊരു കൊട്ടാരം പോലെ മാറ്റിയിരുന്നു. ആഘോഷങ്ങൾ തൻ്റെ മകൾ വരെയാണ്. 23 വർഷങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ അരികിലേക്ക് വരെയാണ്. ആ വീടൊരു അലങ്കാരമാക്കിയിരുന്നു. അലീനയ്ക്ക് കിടക്കാനുള്ള റൂം പോലും ഒരു രാജകീയമായി ഒരുക്കിയിരുന്നു. ഒന്നിനും ഒരു കുറവ് അവൾക്ക് പാടില്ല. 23 വർഷം അവളൊരു അനാഥയായിരുന്നു. ഇനി അവൾക്ക് അച്ഛനുണ്ടെന്ന് പറഞ്ഞ് സ്റ്റാലിൻ എല്ലാ ഗൗരവക്കാരനാണെങ്കിലും സ്റ്റാലിൻ അവൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് ആണെങ്കിലും അലീന ആ കാറിൽ ബാലചന്ദ്രൻ്റെ കൂടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. സ്റ്റാലിൻ ഓടി വന്ന് മകളെ കെട്ടിപ്പിടിക്കുന്നതിന് പകരം അവരെ ഒരു വേലക്കാരനെ പറഞ്ഞു വിടാണ് പെട്ടിയൊക്കെ എടുക്കാനായിട്ട്. എന്നാൽ അലീന നിന്നിടത്ത് അനങ്ങിയില്ല. താൻ പ്രതീക്ഷിച്ചതാണ് തൻ്റെ കൂടെ വന്ന് അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നും ഒരു മട്ടും ഭാവമായിരുന്നില്ല. സ്റ്റാലിൻ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഷെയ്ക്കാണ്ട് കൊടുക്കാണ്. ഹലോ ചോദിച്ച് അലീന കൈ നീട്ടിയില്ല. ഒരു മകളോട് അച്ഛൻ ഇങ്ങനെയാണോ എന്നൊരു തോന്നൽ അയാളെ തന്നെ തുറിച്ചു നോക്കാണ്. ബാലചന്ദ്രനാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയത്. തൻ്റെ പെട്ടിയൊക്കെ ഞാൻ എടുത്തോളാമെന്ന് വേലക്കാരന്മാരോട് പറയുകയും ചെയ്തണ്ട് അലീന. അങ്ങനെ അലീനയെ അവിടെ വിട്ടിട്ട് ബാലചന്ദ്രൻ പോവാണ്. അച്ഛനെ പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ അലീനയാണെങ്കിലോ കണ്ണു നിറഞ്ഞ് നിൽക്കുക. ആ അച്ഛൻ്റെ സ്നേഹത്തോളം വരില്ല ഒന്നും എന്നവൾ തിരിച്ചറിയുന്ന അടിപൊളി എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്. അങ്ങനെ ബബിതയും സത്യം അറിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ രോഹി സത്യം അറിയുന്നത്. അങ്ങനെ ഓരോരുത്തരായി സത്യങ്ങൾ അറിയാണ്. ഒടുവിൽ ബാലചന്ദ്രൻ മരിക്കാൻ ആ ഒരു സമയത്താണ് കേട്ടോ അലീന തൻ്റെ മകളായിരുന്നു എന്ന് വൈജയന്തി തിരിച്ചറിയുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡ്.